അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു ലുക്കും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷ വരികയാണ് കേട്ടോ. അതിൽ നിന്നും ആരി ഇറങ്ങും. ആരി ഇറങ്ങുന്നത് കാണുമ്പോൾ ലുക്ക് ചോദിക്കണം, അയ്യോ ഇതെന്താ ഇവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നീ പോയിട്ട് കുറേ നാളായില്ലേ, അതുകൊണ്ടായിരിക്കും നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം ലുക്ക് ആരോട് ചോദിക്കും, നീ എന്താ വന്നത് എന്ന് ചോദിക്കും. ഇവിടെ ഒരാളില്ലേ ചിന്നു, അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയും. അവളുടെ അമ്മ മിസ്സിങ് ആയിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയും. നീ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത് എന്ന് ചോദിക്കും. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടല്ല വന്നത്, അവരാരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല എന്ന് പറയും. അതേസമയം ആര്യ ചിന്നു എവിടെ ചോദിച്ചിട്ട് പോകാൻ നേരത്തെ രുക്ക് കൈ പിടിക്കുകയാണ് കേട്ടോ. എന്നെ തടയരുത് ആൻറ്റി, ആൻറ്റി ഇത് വിളിച്ച് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവളെ ആശ്വസിപ്പിച്ചിട്ട് തന്നെ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ആ കൈയൊക്കെ വെടിവെച്ചിട്ട് ആര്യ ചിന്നുവിനെ അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. അതേസമയം ചിന്നു അങ്ങനെ ഭയങ്കര വിഷമമായിട്ട് കരഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ആര്യ ചിന്നുവിനെ കണ്ടതും ചിന്നു പറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. നീ വിഷമിക്കേണ്ട, നീ ഈ ബാർ ഇലക്ഷൻ്റെ ഇതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും, അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, അമ്മ വരും, നീ വിഷമിക്കേണ്ട കേട്ടോ, നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഇതേ അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നുപോയത്, അപ്പോൾ എന്തുമാത്രം വിഷമം എനിക്കുണ്ടായിരുന്നു എന്നറിയോ എന്നെല്ലാം പറഞ്ഞിട്ട് ആര്യ ചിന്നുവിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നുവിനാകെ ഒരു തരം സന്തോഷവും ഒരു മനധൈര്യവും എല്ലാം വരികയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് ആരെയും ചിന്നും ചോദിക്കേണ്ട, വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവരാരറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അതേസമയം രുക്ക് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. മതി മതി, നീ വീട്ടിൽ പോകാൻ നോക്ക്, അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആരറിഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്താണ് എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം രമ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെന്താ ഇവിടെ വന്ന അവകാശമുള്ള വീടല്ലേ, അവൾക്ക് ഇവിടെ വരാലോ, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ അവളെ പറഞ്ഞയക്കുന്നത് എന്നിങ്ങനെ രമ്യ പറയുകയാണ് കേട്ടോ. ആരെയും എല്ലാവരോടായിട്ട് പറയണം കേട്ടോ. ഞാൻ ഇവിടെ വന്നതിനൊരു കാരണമുണ്ട്, എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിലേ അതിന് കാരണക്കാരി അർച്ചന ആൻറ്റിയാണ്. ഞാൻ അർച്ചന ആൻറ്റീൻ്റെ അടുത്ത് പോയി കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞത് കാരണമാണ് അർച്ചന ആൻറ്റി എൻ്റെ അമ്മയെ ജാമ്യം കിട്ടാൻ അനുവദിച്ചത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളി. അർച്ചന ആൻറ്റി ഒരു തനി തങ്കമാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതെല്ലാം പറയുമ്പോൾ രുക്കു അങ്ങനെ തലതാത്തി നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ചിന്നു വിചാരിക്കുന്നുണ്ട്, ഓ ഇവളെയെങ്കിലും അറിഞ്ഞല്ലോ എൻ്റെ അമ്മയെക്കുറിച്ചിട്ട് എന്ന് അഭിമാനപൂർവ്വം നിൽക്കുകയാണ് കേട്ടോ. അതേസമയം നിങ്ങൾ എന്നോട് വിളിച്ച് പറഞ്ഞാലും ഒന്നും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ആരറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, അർച്ചന ആൻറ്റിയുടെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ചിന്നുവിനോട് പറഞ്ഞിട്ട് ചിന്നുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ആര്യ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അത് ആര്യ പോയതിന് ശേഷം രമ്യയ്ക്ക് ആകെ മൊത്തം ഒരു സന്തോഷം തോന്നുകയാണ്. കാരണം രക്തത്തെ തിരിച്ചറിഞ്ഞല്ലോ, ആ ഒരു സന്തോഷമാണ് കേട്ടോ. അതേസമയം മുകുന്ദൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമ്പോൾ തന്നെ അച്ചു ഫോൺ ചെയ്യാണ് കേട്ടോ. എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും ആയിട്ടില്ല, ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് ആ ചേച്ചിയുടെ മൊബൈൽ ലൊക്കേഷൻ കിട്ടിയത്, പിന്നെ അതിന് ശേഷം ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം അർച്ചന റൂമിൽ നിന്ന് മെല്ലെ പുറത്ത് കിടക്കാൻ നോക്കുകയാണ് കേട്ടോ. ഡോറ് കാര്യമായിട്ട് അടച്ചിട്ടില്ല. അർച്ചന പതുക്കെ തുറക്കുകയാണ് കേട്ടോ. തുറന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ രണ്ട് പെൺകുട്ടികൾ അവിടെ ഉണ്ടാകും കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ അർച്ചനയെ ഓടി വരികയാണ്. നിങ്ങളെ ഞങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അർച്ചന കരഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെന്നെ ഒന്ന് വിടിൻ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളെ എന്നും വിടില്ല, ഇലക്ഷൻ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് വിടാം, ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ഭവിഷ്യത്തുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചനയെ അവർ ഒരു റൂമിനകത്ത് തള്ളിയിടുകയാണ് കേട്ടോ. അതിനുശേഷം വാതിലടക്കിയാണ്. അർച്ചന എന്ത് ചെയ്യണമെന്നറിയാതെ കരയുകയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ടീച്ചർ പോവുകയാണ് കേട്ടോ. പോയിട്ട് എന്തായി അർച്ചൻ്റെ വിശേഷം എന്നറിയുമ്പോൾ ചിന്നു അങ്ങനെ ടീച്ചറെ കൈ പിടിച്ചിട്ട് കരയാണ് കേട്ടോ. മോള് വിഷമിക്കേണ്ട, അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, അമ്മ അങ്ങ് വരും, നീ പേടിക്കാതെ എന്നിങ്ങനെ പറയണം. അതേ സമയത്ത് മുകുന്ദനും എല്ലാവരും പോയിട്ട് പറയണം, ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏതായാലും ശരി അച്ചു അന്വേഷിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണം. എല്ലാവരും കൂടി ചിന്നുവിനെ ആശ്വസിപ്പിക്കണം. ഏതായാലും ശരി നമ്മുടെ അർച്ചന അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും, ജയിക്കയുടെ മുന്നിൽ അകപ്പെടുകയും ചെയ്യും. പിന്നെയും എല്ലാവരും ജയിക്കയുടെ കൂടെ പോയതാണ് എന്ന് വരുത്തി തീർക്കാനും ചാൻസ് ഉണ്ട്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?